ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ആകെ വിഷമത്തോടെ തിരികെ വരുന്നത് കണ്ട് അവന്തിക അർച്ചനയെ വെല്ലുവിളിക്കുന്നു. ഇത് നിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിയാണ് ഞാൻ അടിച്ചിരിക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞു. അതും ഈ അവന്തികയുടെ ചെലവിൽ എന്ന് പറഞ്ഞ് ഇനി ഓരോരുത്തരായി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വെല്ലുവിളി കൂടി ഉയർത്തി അവിടെ നിന്ന് പോകുന്ന അവന്തികയെ അർച്ചന പിടിച്ചു നിർത്തുന്നു. അങ്ങനെ ഇത് എല്ലാത്തിനും അവസാനമാണെന്നും ഇത് എല്ലാത്തിനും തുടക്കമാണെന്നും നിങ്ങൾ കരുതണ്ട. എന്റെ മീരയെടുത്തിയെ എങ്ങനെ രക്ഷിക്കണമെന്നും എങ്ങനെ പുറത്തിറക്കണമെന്നും എനിക്കറിയാം. എന്തായാലും ഇതോടെ മീരയെടുത്തിയെ അവസാനിപ്പിക്കാമെന്നും നിങ്ങൾ വിചാരിക്കേ വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഈ തലയിലുള്ള രൂപരേഖ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതുവരെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെന്തായാലും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം എന്റെ മീരയെടുത്തിയെ ഞാൻ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവരെയും ഞാൻ രക്ഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ ആ മനസ്സിലെ രൂപരേഖ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അർച്ചന പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞ് അർച്ചന അവന്തികയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വിവരം അറിഞ്ഞുകൊണ്ട് അനൂപും ദയാനന്ദ മാഷും കമലെടുത്തിയും ഒപ്പം ആവണി മോളും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവർ 4 പേരും കൂടി അകത്തേക്ക് കയറി അവിടുത്തെ സിയോട് സംസാരിച്ചു. അദ്ദേഹം മീരയെ കാണണമെന്നുള്ള അനൂപിന്റെയും ദയാനന്ദ മാഷിന്റെയും ആവശ്യം നിരസിക്കുന്നു. എന്റെ ഭാര്യയാണ് നെടുശ്ശേരിയിൽ നിന്ന് ഇവിടേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന മീര, അവളെ കാണാനാണ് ഞങ്ങൾ വന്നത് എന്ന അനൂപിന്റെ ആവശ്യം സിയെ നിരസിച്ചു. ഒരു കാരണവശാലും ഇപ്പോ കാണാൻ കഴിയില്ല എന്ന് തന്നെ സിയെ പറഞ്ഞു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, സർ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി, ഞങ്ങളൊന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് മീരടുത്തി വീണ്ടും കേണപേക്ഷിക്കുമ്പോൾ അതിന് നിവൃത്തിയില്ലെന്നും SP സാറ് ആരെയും കാണാൻ അനുവദിക്കരുത് എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. പ്രത്യേക നിർദ്ദേശം SP സാറിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് CA സാർ കൈമലർത്തി. ആ സമയത്ത് അവിടേക്ക് മീരടുത്തിയെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി അർച്ചനയും ശശിയും കൂടി വക്കീലുമായി അവിടെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. വക്കീലുമായിട്ട് അകത്തേക്ക് കയറി വന്ന ശശിയും അർച്ചനയും ഇന്ന് തന്നെ മീരയെടുത്തിയെ പുറത്തിറക്കാം എന്നുള്ള വിശ്വാസത്തിൽ അവിടേക്ക് എത്തി. ഉടനെ തന്നെ CA സാറിനോട് വക്കീല് സംസാരിച്ചു. ഇവിടേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന മീരയെ ജാമ്യത്തിൽ ഇറക്കാനാണ് താൻ വന്നത് എന്ന വക്കീലിന്റെ ആവശ്യം കേട്ട ഉടനെ CA സാർ പറഞ്ഞു, സർ ഇന്ന് എന്തായാലും മീരയെ പുറത്തിറക്കാൻ കഴിയില്ല. കാരണം 10 പേരെ കൊല്ലാനായി, 10ഓളം ആളുകളെ കൊല്ലാനായി ശ്രമിച്ച കുറ്റത്തിനാണ് മീരയെ ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം SP സാറ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നാളെ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് കോടതി അനുവദിക്കുകയാണെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാം എന്ന് CA സാർ അറിയിച്ചു. അത് കേട്ടതും വക്കീൽ പറഞ്ഞു, അത് എങ്ങനെയാണ് സർ അതുപോലെ FIR എഴുതുക? അജയൻ എന്ന് പറയുന്ന ആളെ മീര ഫോൺ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ മീരയ്ക്കെതിരെ ഇത്രയും വലിയ കുറ്റം ആരോപിക്കേണ്ടതുണ്ടോ? അത് മാത്രമല്ല, മീരയുടെ ഒരകന്ന ബന്ധുവാണ് ഈ അജയൻ എന്ന് പറയുന്ന ആള്. ആ നിലയ്ക്ക് അജയനോട് സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മീര കുറ്റവാളിയാണെന്നും ഈ ഒരു കുറ്റകൃത്യത്തിന് മീര കൂട്ടുപ്രതിയാണെന്നും എങ്ങനെ പറയാൻ കഴിയും സർ എന്ന് വക്കീല് ചോദ്യം ചെയ്തു. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, വക്കീലിന്റെ ചോദ്യങ്ങൾ കേട്ട് CA സാറ് പറഞ്ഞു, അയ്യോ സർ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. SP സാറിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. സാറ് ഞങ്ങളെ വഴക്ക് പറയും, അതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ വക്കീല് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നാളെ കോടതിയിൽ നിന്ന് ഞാൻ ജാമ്യം വാങ്ങിച്ചോളാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ പിഞ്ചുകുട്ടിയെ, ഈ കുഞ്ഞിന് അതിന്റെ അമ്മയെ കാണാനുള്ള അനുമതി നൽകിക്കൂടെ? ആ കുഞ്ഞിന് അതിന്റെ അമ്മയെ കാണുന്നതിൽ വിലക്കുന്നത് എന്ത് കാരണത്താലാണ്? നിയമപരമായി അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, എന്താ സർ അങ്ങനെയില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ CA സാർ പറഞ്ഞു, സർ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനോ ഒരു തീരുമാനം എടുക്കാനോ കഴിയില്ല. കാരണം SP സാറ് നേരിട്ട് ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ സാറാണ് ഇതിന്റെ FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് സാറിന്റെ നിർദ്ദേശമില്ലാതെ, സാറിന്റെ അനുമതിയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല സർ എന്ന് അറിയിച്ചു. അത് കേട്ടതും വക്കീൽ സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തി ഞാൻ നിങ്ങളെയൊക്കെ ശരിക്കും വെള്ളം കുടിപ്പിക്കും. എന്തായാലും നിങ്ങളുടെ SP സാറിനെ ഒന്ന് ഫോണിൽ വിളിച്ചതാ, ഞാൻ അതോട് സംസാരിക്കാം. ഈ കുട്ടിക്ക് അതിന്റെ അമ്മയെ കാണാനുള്ള അനുമതി ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചോളാം. ഇനി നിയമം അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണന നൽകാമല്ലോ. ഇവർക്ക് ആ
മീരയെ കാണുന്നതിൽ നിന്ന് നിങ്ങൾ വിലക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മീരയെ ഇവർ കാണുന്നത് കൊണ്ട്, ഒന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് സർ എന്ന് വക്കീൽ ചോദിച്ചു. അവസാനം വക്കീലിന്റെ ആ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ മീരയെ കാണുവാനുള്ള അനുമതി CSR നൽകുന്നു. പിന്നീട് ആവണി മോള് മീരയെ അടച്ചിട്ടിരിക്കുന്ന സെല്ലിനരികിലേക്ക് ഓടിയെത്തി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആവണി മോൾ അരികിലേക്ക് വന്നത് മീര മോളെ കണ്ടതും സന്തോഷത്തോടെ ആവണി മോളെ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിയെത്തണം. ആ ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് മീര ആകെ വീർപ്പ് മുട്ടുമ്പോ തന്റെ മോളുടെ ശബ്ദം കേട്ടതോടെ അരികിലേക്ക് ഓടി വന്ന് ആവണി മോളെ എന്ന് വിളിച്ച് മോളുടെ മുഖത്ത് ചേർത്ത് പിടിക്കുന്നു. അപ്പോഴേക്കും ഒപ്പം അർച്ചനയും കൂടി അവിടേക്ക് എത്തി. മോളെ എന്ന് വിളിച്ച് മോളെങ്ങനെയാ വന്നേ, അച്ഛൻ എന്തിയെ എന്ന് ചോദിച്ചതും എല്ലാരും പുറത്തുണ്ടമ്മേ, എന്നെയും അർച്ചനാന്റിയും മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ എന്തിനാ ഇവിടെ കിടക്കുന്നത്? അമ്മ വാ അമ്മേ, അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇവിടെ കിടക്കുന്നത്? അമ്മ വാ അമ്മേ, നമുക്ക് വീട്ടിൽ പോകാം എന്ന് ആവണി മീരയെ പിടിച്ചു. അപ്പോഴേക്കും മീര അമ്മയുടെ കൈ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോളെ അമ്മ വരാം, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ വരാം എന്ന് പറഞ്ഞ് മീര മോളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും മീര ആകെ സങ്കടത്തോടെ ആവണി മോളുടെ വാക്കുകൾ കേട്ട് അത് സഹിച്ചു നിൽക്കാനാകാതെ ആകെ വിഷമത്തോടെ മീര വേഗം തന്നെ ആ സെല്ലിന്റെ ഭിത്തിയിലേക്ക് ചേർന്ന് മുഖം ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. ആവണി മോള് വീണ്ടും വിളിച്ചു, അമ്മ വാ അമ്മേ, നമുക്ക് വീട്ടിൽ പോവാമേ എന്ന് പറയുമ്പോ മീരയ്ക്ക് മറുപടി പറയാനില്ലാതെ മോളുടെ ആ വാക്കുകൾക്ക് എന്ത് പറഞ്ഞു മോളെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വിഷമത്തോടെ മീര ആ ഭിത്തിയിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരയുമ്പോ ആവണി മോള് ആകെ സങ്കടത്തോടെ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും ആവണി മോളോട് അർച്ചന പറഞ്ഞു, മോള് അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോ, മോളെ കണ്ടിട്ടാ അമ്മ സങ്കടപ്പെടുന്നത്, അമ്മ കരയുന്നത്, അതുകൊണ്ട് മോള് അച്ഛൻ്റെ അടുത്തേട്ട് പൊക്കോ, ആന്റി ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ആവണി മോള് അനൂപിനരികിലേക്ക് പോയി. അപ്പോഴേക്കും അർച്ചന മീരടുത്തിയെ വിളിച്ചു. എടുത്തി എന്ന് വിളിച്ചതും ഉടനെ മീര അർച്ചനയുടെ അരികിലേക്ക് എത്തി. അർച്ചന അരികിൽ വന്ന്, മോളെ സത്യമായിട്ടും ഞാൻ അച്ഛനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അറിയാം ഏട്ടത്തി, എനിക്കത് അറിയാം, അതുകൊണ്ടല്ലേ ഏട്ടത്തിയെ ജാമ്യത്തിൽ എടുക്കാനായി ഞങ്ങൾ വന്നത്. പക്ഷേ ജാമ്യത്തിൽ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ ഏട്ടത്തി കുറ്റം ചെയ്തു എന്നുള്ള ആ ഒരു പേര് ഏടത്തിയുടെ മേലുണ്ടാവും. ഏടത്തി കുറ്റക്കാരിയാണെന്നുള്ള ആ ഒരു തീരുമാനവും ആ ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഏടത്തി കുറ്റക്കാരിയല്ല എന്നും ഇതിൽ ഏടത്തിക്ക് യാതൊരു പങ്കുമില്ല എന്നും തെളിയിച്ചുകൊണ്ട് ഏടത്തിയെ പുറത്തിറക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്ന് അർച്ചന മീരയെ അറിയിച്ചു. ഇത് അവന്തിക ഏടത്തിയുടെ പ്ലാനിങ് തന്നെയാണ്. അവന്തിക ഏടത്തി മനഃപൂർവ്വം നമ്മളെ കൊടുക്കാനായിട്ട് ചെയ്ത കളിയാണ് ഇത്. അതുകൊണ്ടാണ് അവന്തിക ഏടത്തി പ്ലാൻ ചെയ്തതാണ് ഈ അറസ്റ്റ്. എന്തായാലും ഏടത്തി അതുകൊണ്ട് സങ്കടപ്പെടരുത്. നാളെ ഈ സമയത്ത് ഏടത്തി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, ഉറപ്പ് ഈ അർച്ചനയെ പറയുന്നത് എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു. മീര ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ ഒരു വിധി നേരിടേണ്ടി വന്നതിന്റെ സങ്കടത്തിൽ ആ ജയിലിലേക്ക് തല ചേർത്ത് വെച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും മീരയുടെ കാര്യമോർത്ത് വൃന്ദാവനത്തിലും നെല്ലിശ്ശേരിയിലുള്ളവരുമെല്ലാം ആകെ വിഷമത്തിലായി. ആതിര സന്ദീപിന്റെ അരികിൽ ചേർന്ന് കിടന്ന് സന്ദീപിന്റെ കാലിൽ തല വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവണി മോളെ ഉറക്കാനായുള്ള ശ്രമത്തിലായിരുന്നു വൃന്ദാവനത്തിൽ അനൂപും കമലയെടുത്തി തോളിലെടുത്ത് പാട്ടുപാടി ഉറക്കാനായി ശ്രമിക്കുമ്പോൾ അനൂപ് വന്ന് മോളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. മീരയെടുത്തി തന്നെ ആ നെല്ലിശ്ശേരിയിൽ നിന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു രംഗമോർത്ത് മീരയും സങ്കടപ്പെടുമ്പോൾ മീരയെടുത്തിയെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിൽ കിടത്തേണ്ടി വന്ന ആ സെല്ലിൽ മീരയെടുത്തി കിടക്കേണ്ടി വരുന്ന ആ സാഹചര്യം ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ മീരയെടുത്തിക്കുണ്ടായതിനെ കുറിച്ച് ഓർത്ത് അർച്ചനയും മാതിരിയും നെഞ്ചു പൊട്ടിക്കരയുന്നു. അർച്ചന ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ സച്ചി അരികിലേക്ക് എത്തി അർച്ചനയെ ആശ്വസിപ്പിക്കാനായി അർച്ചനയെ വിളിച്ചിട്ടും സച്ചി വന്നരികിലിരിക്കുന്നത് കണ്ട് അർച്ചന വേഗം എഴുന്നേറ്റ് സച്ചിയുടെ മടിയിലേക്ക് തല ചായച്ച് പൊട്ടിക്കരയുന്നു. അനൂപ് മോളുമായി പുറത്തിറങ്ങി സമാധാനിപ്പിച്ചുകൊണ്ട് ആവണി മോളെ ഉറക്കാനായി ശ്രമിച്ചു. അതിനുശേഷം സച്ചിയുടെ മടിയിൽ തല ചേർത്ത് പിടിച്ച് കരയുന്ന അർച്ചനയെ സച്ചി സമാധാനിപ്പിച്ചു. അർച്ചനെ, താനിങ്ങനെ സങ്കടപ്പെടാതെ, ഇങ്ങനെ തളർന്നു പോകാതെ, താനിങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? നമുക്ക് ആ മീരയെടുത്തി എത്രയും വേഗം പുറത്തു കൊണ്ടുവരണം. യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് തെളിയിക്കണം. അതിനു മുമ്പ് മീരയെടുത്തിയെ നമുക്ക് പുറത്തിറക്കണം എന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോൾ അവിടെ അനഘയും അവന്തികയും റൂമിലിരുന്ന് വലിയ സന്തോഷത്തിലാണ്. അവന്തിക അനഘയോട് പറഞ്ഞു, ഇപ്പോ മീരയ്ക്ക് മനസ്സിലായി കാണും ഈ അവന്തികയോട് കളിച്ചാൽ എന്താണ് തിരിച്ചടിയായിട്ടുണ്ടാവുക എന്ന്. ഇപ്പോ ഈ അവന്തികയെ മനസ്സിലാക്കി കാണും മീര എന്ന്. ഇനി അവന്തികയോട് കളിക്കാനായി മീര തലപൊക്കില്ല എന്നും
അവന്തിക പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അനഘ താൻ കൂടി വിജയിച്ചതിന്റെ അഹങ്കാരത്തിൽ സന്തോഷത്തോടെ നിന്നു. അപ്പോഴേക്കും സച്ചിയുടെ മടിയിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്ന അർച്ചനയെ സച്ചി ആശ്വസിപ്പിച്ചു. എടോ, താൻ ഇങ്ങനെ സങ്കടപ്പെടാതെ. എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന താൻ ഇങ്ങനെ തളർന്നു പോയാൽ ഞങ്ങളെല്ലാവരും തളർന്നു പോകില്ലേ? അതുകൊണ്ട് സമാധാനപ്പെട്. നാളെ നമുക്ക് മീരെടുത്തിയെ പുറത്തു കൊണ്ടുവരണം. യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം എന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞു. അപ്പോഴേക്കും ആവണിമോള് മയങ്ങിയത് കൊണ്ട് ആവണിമോളെയും എടുത്ത് അനൂപ് അകത്തേക്ക് കയറി റൂമിലേക്ക് പോന്നു. ഈ സമയത്ത് മീരയെ ആ വനിതാ പോലീസുകാർ രണ്ടുപേരും ചേർന്ന് മീരയെ മർദ്ദിക്കുന്നു. സത്യം പറയടി, നീ എന്തിനാ ചെയ്തത് എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും മീരയെ മർദ്ദിക്കുകയും തല്ലുകയും അടിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു. മീരയെടുത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മീരയെ ബൂട്ട്സിട്ട് ചവിട്ടുന്ന രംഗങ്ങളൊക്കെ ആ വേദന കൊണ്ട് മീര ഞാനത് ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മീര പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ട് പെട്ടെന്ന് മയക്കത്തിലായിരുന്ന ആതിര ഏട്ടത്തി എന്ന് വിളിച്ച് ഞെട്ടി ഉണർന്നു. മീരെടുത്തി എന്ന് വിളിച്ചുള്ള ആതിര ഞെട്ടി എഴുന്നേറ്റതും പെട്ടെന്ന് സന്ദീപും ചാടി എഴുന്നേറ്റു. എന്താ താനിങ്ങനെ സങ്കടപ്പെടുന്നത്? എടോ, താനിങ്ങനെ ആശങ്കപ്പെടാതെ, മനസ്സ് ഇങ്ങനെ ടെൻഷനാക്കാതെ സമാധാനത്തോടെ കിടക്ക്, താൻ സമാധാനപ്പെടറോ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ കിടക്കാനായി പറയുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ആതിരയോട് സന്ദീപ് ആവശ്യപ്പെട്ടിട്ടും ആതിരയ്ക്കും സന്ദീപിനും മീരടുത്തിയുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും സമാധാനത്തോടെ ഉറങ്ങാൻ അവർക്കും കഴിയാതെ പോകുന്നു. ഇതേ അവസ്ഥയിൽ തന്നെ നന്ദനും ആ രാത്രി എങ്ങനെ വെളുപ്പിക്കുമെന്നറിയാതെ ആശങ്കയിലായി. നന്ദന്റെയും മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാതെ, ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നറിയാതെ, മീരയുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കുമെന്നറിയാതെ നന്ദനും ആകെ ക്ഷമ നശിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ഉറങ്ങാനാകാതെ അങ്ങനെ കിടക്കുമ്പോൾ അതിനിടയിൽ നല്ല മയക്കത്തിലായിരുന്ന അവന്തിക പെട്ടെന്ന് ഫോണിൽ മെസ്സേജിന്റെ റിംഗ് ടൂൺ കേട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും നന്ദൻ ആകെ ദേഷ്യത്തോടെ ഉറക്കം നഷ്ടപ്പെട്ട് നന്ദൻ പലതും ആലോചിച്ച് അങ്ങനെ ബെഡിലിരിക്കുന്നത് കണ്ട് അവന്തിക എഴുന്നേറ്റ് നോക്കി. സന്തോഷത്തോടെ അവന്തിക വീണ്ടും ബെഡിലേക്ക് കിടന്നു. അവന്തിക ഫോണിൽ നോക്കി സമയം എത്രയെന്ന് അന്വേഷിച്ച് നോക്കുന്നത് പാതിരാത്രിയായിട്ടും ഉറങ്ങാതെ നന്ദന്റെ ഉറക്കം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ കണ്ട് സന്തോഷത്തോടെ അവന്തിക സുഖമായി കിടക്കുന്നു. ഇതേ അവസ്ഥയിൽ തന്നെ ആ തറയിൽ, തണുത്തുറഞ്ഞ ആ സിമന്റ് തറയിൽ മുഖം ചേർത്ത് അവിടെ മീര കിടക്കുമ്പോൾ അനൂപ് മോളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് മീരയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ കിടന്നു. പിറ്റേന്ന് അവന്തികയുടെ ഫോണിലേക്ക് അജയൻ വിളിച്ചു. ഫോൺ കോൾ വന്നത് കണ്ട് അവന്തിക വേഗം കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും അജയൻ വിളിച്ചു പറഞ്ഞു, ആ ചേച്ചി, ഞാൻ വിളിച്ചെന്താണെന്നറിയാവോ? ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ഇരിക്കാൻ എനിക്ക് വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ അജയനോട് അവന്തിക പറഞ്ഞു, ശരി, എന്നാ നീ പോലീസിൽ നിന്ന് കീഴടങ്ങ്, എന്നിട്ട് എല്ലാ കുറ്റവും സ്വയമേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതല്ല എടുത്തി, ഞാനേ ഒരു കാര്യം ആലോചിച്ചപ്പം ഇനി കുറ്റമൊക്കെ ഏറ്റ് ജയിലിൽ പോയി കിടക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പം എൻ്റെ ഡിമാൻഡുകളൊക്കെ ചേച്ചി അംഗീകരിച്ചെങ്കിലും അതത്ര സുഖമുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ചേച്ചി. ഞാനേ എത്രയും വേഗം എൻ്റെ ഒരു സുഹൃത്ത് മുംബൈയിലുണ്ട്, അവൻ്റെ അരികിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അങ്ങനെ അവിടെ പോയി കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ കേസ് അന്വേഷണത്തിൻ്റെയൊക്കെ ആ ചൂടങ്ങ് തണുത്ത് കഴിയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് തിരിച്ചു വരാമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ അവന്തികയുടെ സംസാരം അപ്പുറത്ത് നിന്ന് അർച്ചന കേൾക്കാനിടയായി. അവന്തിക ആരോടാ സംസാരിക്കുന്നറിയാനേ അർച്ചന മറിഞ്ഞു എന്ന് കാതോർത്തു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ആ ചേച്ചി ഫോൺ വയ്ക്കാൻ വരട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു തീർന്നില്ല. ഇന്ന് 6 മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 6 മണിയാകുമ്പോൾ എനിക്ക് മുംബൈയിലേക്ക് പോകണം. അതിന് ഇച്ചിരി ചിലവുള്ള കാര്യമാണ് മുംബൈയിൽ ചെന്ന് താമസിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ശരി, ഞാൻ ഒരു 10-15 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. 10,000 ഒക്കെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അജയൻ പറഞ്ഞു, 10,000 രൂപയോ? അത് എന്തിനാ ചേച്ചി? ഞാൻ പറഞ്ഞത് അതിനല്ല ചേച്ചി, അങ്ങോട്ട് പോകുന്ന വളരെ റിസ്ക് ഉള്ള കാര്യവും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് വിലപേശലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലില്ല. ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരണം. അത് കേട്ട ഉടനെ അവധി ചോദിച്ചു, 10 ലക്ഷമോ എന്ന് ചോദിച്ചതും, അതെ, ചേച്ചിയുടെ കയ്യിലില്ലെന്നാണോ പറയുന്നത്? എന്നാ ഇങ്ങോട്ട് വേണ്ട ചേച്ചി, അത് അങ്ങനെ ഒരു വാചകമേ എന്റെ നേരെ പ്രയോഗിക്കുകയേ വേണ്ട.
പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ അതിൽ പേശലൊന്നുമില്ല. ചേച്ചി എത്രയും വേഗം അതെനിക്ക് അയച്ചു തരണം. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇനി ഇതിന് ഒരു വിലപേശലിന് നിൽക്കണ്ട. ഉടനെ അവന്തിക പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉടനെ അജയൻ പറഞ്ഞു, ആലോചിക്കുന്നതൊക്കെ കൊള്ളാം. അക്കൂട്ടത്തിൽ ചേച്ചി എന്തായാലും ആലോചിക്കുകയല്ലേ, അപ്പോ ഒരു കാര്യം കൂടി ചേച്ചി ആലോചിക്കുക. ഞാൻ പോലീസിൽ പിടികൊടുത്ത് ചേച്ചിയുടെ പേര് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ചേച്ചി ഇതിന് മറുപടി പറയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവന്തിക അജയന്റെ ആ ഭീഷണി കൂടി കേട്ടതോടെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങനെ പതിച്ചു നിൽക്കുമ്പോൾ അർച്ചന അവന്തിക ഇത് ആരോടാണ് സംസാരിക്കുന്നതും കൃത്യമായുള്ള അവന്തികയുടെ സംസാരം കേട്ട് അതിന് പിന്നിൽ അവന്തിക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അജയൻ തന്നെയാണെന്നും അർച്ചന തിരിച്ചറിയുന്നു.